ഡിയർ CMA സ്റ്റുഡൻസ്, അപ്പോൾ CMA ജൂൺ 2025 എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്മിറ്റ് കാർഡും ICMA റിലീസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്തല്ലോ. ഓക്കെ, ഇനി ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് ICMA നമുക്ക് നമ്മുടെ അഡ്മിറ്റ് കാർഡിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അലോങ് വിത്ത് ദാറ്റ് നമ്മളുടെ ഒറിജിനൽ ആൻസർ ഷീറ്റിന്റെ ഒരു റെപ്ലിക്ക നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഫസ്റ്റ് പേജ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. മിസ്റ്റേക്സ് ഒന്നും കൂടാതെ തന്നെ നമ്മളത് ഫില്ല് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു ഫസ്റ്റ് പേജിൽ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യേണ്ടത്. ഇത് നമുക്ക് രണ്ട് പാർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക, പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് എയിൽ നമുക്ക് ഫസ്റ്റ് ഒരു ബോക്സ് ഉണ്ടാവും. ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു QR കോഡുള്ള ഒരു സ്റ്റിക്കർ, ബാർകോഡുള്ള ഒരു സ്റ്റിക്കർ നമുക്ക് അവൈലബിൾ ആക്കുന്നുണ്ടാവും. അത് കറക്റ്റ് നമ്മളുടെ പേരിന് നേരെ കിടക്കുന്ന സ്റ്റിക്കർ തന്നെ കളക്ട് ചെയ്ത് നമുക്ക് ഇൻവിജിലേറ്റർ അതിന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടാവും. ആ ഒരു സ്റ്റിക്കർ കളക്ട് ചെയ്ത് നിങ്ങളിവിടെ അഫിക്സ് ചെയ്യേണ്ടതാണ്. അഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോക്സിനുള്ളിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, അതാണ് ആ ഒരു ബോക്സ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, നിങ്ങൾ എക്സാം എഴുതുന്ന ഡേറ്റ്, ഓരോ എക്സാമിനും ഓരോ ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള ഒരു ഫോമിലാണ്. ഫോർ എക്സാമ്പിൾ 14/6/2025 എന്നാണെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. സോ ഇതുപോലെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. ദെൻ ഇവിടെ നമുക്ക് കുറച്ച് ബബിൾ ചെയ്യാനുള്ള ഏരിയാസ് കൂടിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മീഡിയം ചൂസ് ചെയ്യണം. നമ്മൾ ഏത് ലാംഗ്വേജിലാണ് ആൻസർ ചെയ്യുന്നത് എന്നുള്ളത്. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇംഗ്ലീഷിന് നേരെയുള്ള ബബിൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ദെൻ സബ്ജക്റ്റ് കോഡ് സപ്പോസ് ഇപ്പോൾ 3, 4 എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ 3യുടെ താഴെ കിടക്കുന്ന ബബിൾസിൽ കറക്റ്റ് 3 എന്ന് പറഞ്ഞ ബബിൾ മാത്രം നമ്മൾ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ 4ന് താഴെയുള്ള കറക്റ്റ് 4 എന്ന ബബിൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. ദെൻ P20 എന്ന് പറയുന്നത് നിങ്ങൾ CA ഫൈനൽ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 20 എന്നുള്ളത് ഓപ്ഷൻസ് ആയിരിക്കും, 3 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. A ആണെങ്കിൽ A, അല്ലെങ്കിൽ B ആണെങ്കിൽ B, ഇഫ് C ആണെന്നുണ്ടെങ്കിൽ C എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ എഴുതിയതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ C ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ കറക്റ്റായിട്ട് ഇവിടെ ബബിൾ ചെയ്യുക. അവിടെ ആ ഒരു ബോക്സിൽ C എന്ന് എഴുതിയിട്ട് താഴെ ബബിൾ ചെയ്യുക. ദെൻ റോൾ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടിയിട്ടുള്ള അലോട്ടഡ് റോൾ നമ്പർ ആണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങളുടെ ICMAയിലെ രജിസ്ട്രേഷൻ നമ്പർ അല്ല നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ സപ്പോസ് 1, 2, 3, 4, 5, 6 എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ നമ്പർ വരുന്നത് എങ്കിൽ നിങ്ങളുടെ നമ്പർ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. 1ന് താഴോട്ടുള്ള ബബിൾസിൽ 1 എന്ന് പറഞ്ഞുള്ള ബബിൾസിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്യുക. താഴെ 2ന് താഴെ വരുമ്പോൾ 2 എന്നുള്ള ബബിളിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ദെൻ 3, അതുപോലെ തന്നെ 4 നിങ്ങളുടെ റോൾ നമ്പർ അനുസരിച്ചിട്ട് പ്രോപ്പറായിട്ട് അത് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കെ, ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മെത്തേഡിൽ ഇവിടെ കറക്റ്റ് മെത്തേഡ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ബബിൾസ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ ഒരു ഇതുപോലെ തന്നെ നമ്മൾ ബബിൾസിന് പുറത്ത് പോകാതെ പ്രോപ്പറായിട്ട് അത് ഫില്ലായി നിൽക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. ദെൻ താഴോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ എഴുതിയ റോൾ നമ്പർ ഉണ്ടല്ലോ, ഈ റോൾ നമ്പർ ഇൻ വേർഡ്സ് നമ്മൾ ഇവിടെ എഴുതേണ്ടതാണ്. 1, 2, 3 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. സബ്ജക്ട് നെയിം നമ്മളിപ്പോൾ സപ്പോസ് പറയുന്നുണ്ടാവുക കോസ്റ്റിംഗ്, മാനേജ്മെന്റ്, അക്കൗണ്ടിങ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലും സബ്ജക്റ്റിന്റെ നെയിം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു നെയിം കറക്റ്റായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോസ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് എന്നുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഫില്ല് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളത് 1 ആണോ അതല്ലെങ്കിൽ 2 ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളിവിടെ ഫില്ല് ചെയ്യുക. ആൻഡ് ഈ ബോക്സ് എന്നുള്ളത് നമ്മൾക്ക് ആൻസർ ഷീറ്റ് ഒരു ബുക്ക്ലെറ്റ് ഫോമാറ്റിലായിരിക്കും തരുന്നുണ്ടാവുക. ആ ഒരു ബുക്ക്ലെറ്റ് ഫോമാറ്റ് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമുക്ക് അഡീഷണൽ ഷീറ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അഡീഷണൽ ഷീറ്റ് എത്ര നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്, എത്ര നമ്മൾ ആൻസർ ഷീറ്റിൻ്റെ കൂടുതൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സപ്പോസ് 2 ആണെന്നുണ്ടെങ്കിൽ 2 എന്നുള്ളത് നിങ്ങളിവിടെ ലാസ്റ്റ് എക്സാം ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളത് ഫില്ല് ചെയ്താൽ മതി ഉണ്ടാവും. ഓക്കെ, സോ അതാണ്. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ A ക്വസ്റ്റ്യൻ നമ്പർ 15 ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 1ലെ ആൻസർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രോപ്പറായിട്ട് ഓരോ ക്വസ്റ്റ്യൻസിന് നേരെയും ഒരു ഓപ്ഷൻസ് മാത്രം, കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ മാത്രം ഫില്ല് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക.
ഒന്നിൽ കൂടുതൽ നിങ്ങൾ ഓപ്ഷൻസ് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ആൻസറെ ക്യാൻസൽ ആയി പോകും. 0 എന്ന മാർക്കിലേക്കായിരിക്കും നിങ്ങൾക്ക് അതിന് വരുന്നുണ്ടാവുക. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആൻസർ മാത്രം ഓരോ ക്വസ്റ്റ്യൻസിന് നേരെയും ഫില്ല് ചെയ്ത് പോവുക. ഓക്കെ, പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യേണ്ട മെത്തേഡ് നോക്കി തന്നെ ചെയ്യുക. ഫില്ല് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ആൻഡ് നിങ്ങൾക്ക് റെഡ് പെൻ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ റെഡ് പെൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ബോൾ പെന്നാണ് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു പേജിൽ നിന്നല്ല, നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. യൂസ് ഓൺലി ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പെൻ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുള്ളത്. ദെൻ ഇവിടെ ലാസ്റ്റ് 2 ബോക്സ് കൂടിയുണ്ട്. സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് ആൻഡ് സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റേഴ്സ്. അതായത് നിങ്ങളുടെ സൈനും അതുപോലെ ഇൻവിജിലേറ്റേഴ്സിന്റെ സൈനും ഇടേണ്ട ഒരു പ്ലേസ് ആണ്. നിങ്ങൾ ഇവിടെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അതുപോലെ തന്നെ ഇൻവിജിലേറ്ററിനെ കൊണ്ടും സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യാം. അതിനുശേഷം മാത്രം ആൻസർ ഷീറ്റ് ഇൻവിജിലേറ്ററിന് റിട്ടേൺ ചെയ്യാം. സോ ഈ ഒരു ഫസ്റ്റ് പേജ് വളരെ കെയർഫുള്ളി തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് കൂടെ ICMI പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ദെൻ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കൂടുതലും, ബട്ട് സ്റ്റിൽ നമുക്കൊന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നെയിം ആയിക്കോട്ടെ, രജിസ്ട്രേഷൻ നമ്പർ ആയിക്കോട്ടെ, റോൾ നമ്പർ ആയിക്കോട്ടെ, ഇതൊന്നും നമ്മൾ നമ്മുടെ അലോട്ടഡ് പോർഷനിലല്ലാതെ ആൻസർ ഷീറ്റിൻ്റെ വേറെ ഒരു ഭാഗങ്ങളിലും നമ്മൾ അത് എഴുതാനായിട്ട് പാടില്ല എന്നുള്ളത് ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ആൻഡ് ഓൾസോ നമ്മൾ എക്സാം ഡേയിൽ നമ്മൾ എക്സാം ഹാളിൽ ഒരു 15 minutes ബിഫോർ നമ്മൾ അവിടെ അവൈലബിൾ ആയിരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. നമ്മൾക്ക് റീഡിംഗ് ടൈം അലൗബിൾ ആയിട്ടുള്ളത് 15 minutes ആണ്. മോർണിംഗ് സെഷൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ്, രാവിലെ 9:45 തൊട്ട് 10 മണി വരെയുള്ള സമയത്തായിരിക്കും നമ്മളുടെ റീഡിംഗ് ടൈം ഉണ്ടാവുക. ഈ ഒരു ടൈമിൽ വി ആർ നോട്ട് അലൗഡ് ടു റൈറ്റ് ബിഫോർ ദിസ് ടൈം. ഈ ഒരു ടൈമിൽ നമുക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അത് റീഡിംഗ് ടൈം ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യേണ്ടതാണ്. ആൻഡ് അതുപോലെ സെക്കൻഡ് സെഷനിലാണെന്നുണ്ടെങ്കിൽ 1:45 to 2 PM വരെയുള്ള ഒരു ടൈമാണ് നിങ്ങൾക്ക് അലൗബിൾ ആയിട്ടുള്ള റീഡിംഗ് ടൈം എന്നുള്ളത്. സോ ഈ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടൈമാണിത്. ആൻഡ് ദെൻ നിങ്ങൾ ഒരു ID കാർഡ് കൂടെ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ID പ്രൂഫ് കയ്യിൽ കരുതുക. ഏതെങ്കിലും വോട്ടർ ID ആവാം, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ആധാർ, മോസ്റ്റ് പ്രിഫറബിളി ആധാറൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അവൈലബിൾ ആക്കാൻ പറ്റുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും വോട്ടർ ID ആയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ നോ കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു എൻ്റർ ദ എക്സാമിനേഷൻ ഹാൾ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ½ an hour. അതായത് എക്സാം തുടങ്ങി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഒരിക്കലും എക്സാം ഹാളിലേക്ക് പിന്നീട് അറ്റൻഡ് ചെയ്യാനായിട്ട് പാടില്ല. മാക്സിമം നിങ്ങൾക്ക് ½ an hour ലേറ്റ് ആവാനുള്ള ഒരു പ്രൊവിഷനാണ്. ബട്ട് നമ്മൾ എക്സാം തുടങ്ങുന്നതിന് ഒരു 15 minutes ബിഫോർ തന്നെ സെൻറ്ററിൽ എത്തുന്നുണ്ട്. നിങ്ങളുടെ സീറ്റൊക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റിൽ തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ എക്സാം തുടങ്ങി ഒരു 2 hour കഴിയാതെ നമുക്ക് ഒരിക്കലും നമുക്ക് ഹാൾ വിട്ട് പോകാനായിട്ടും ഉള്ള പ്രൊവിഷൻ ഇല്ല, അതും അലൗഡ് അല്ല. അതായത് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നോ കാൻഡിഡേറ്റ് ഷാൽ ബി പെർമിറ്റഡ് ടു ലീവ് ദ എക്സാമിനേഷൻ ഹാൾ ബിഫോർ ദ എക്സ്പയറി ഓഫ് 2 hours. അതായത് എക്സാം തുടങ്ങി അറ്റ്ലീസ്റ്റ് 2 hours എങ്കിലും നമ്മൾ എക്സാം ഹാളിൽ പ്രസൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ആ ഒരു ടൈമിനുള്ള നിങ്ങൾ ആൻസർ എഴുതി കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് പുറത്തു പോകാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഈ ഒരു പോയിൻ്റാണ്. അതായത് വേറൊന്നുമല്ല, നമ്മൾക്ക് എന്തെങ്കിലും എക്സംഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി പ്രീവിയസ് അറ്റംപ്റ്റ്സിൽ ഗ്രാൻഡഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. വൺസ് നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഗ്രാൻഡഡ് ആയിട്ടുള്ള ആ ഒരു എക്സംഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് വിഡ്രോൺ ആവുകയും ഇപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എക്സാം ആയിരിക്കും പിന്നെ അത് വാലിഡേറ്റ് ആവുന്നുണ്ടാവുക. സോ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് അറ്റംപ്റ്റുകളിൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ എക്സംഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം വരുമ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡിലും അതുപോലെ നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജിലും ഇവിടെ അലോട്ടഡ് ആയിട്ടുള്ള സ്പേസിലും ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചർ ഉണ്ട് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആൻഡ് ഓൾസോ പാർട്ട് ബിയിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ, MCQs ആണ് നമ്മൾ ബബിൾ ചെയ്യണം. അതുപോലെ തന്നെ ഫസ്റ്റ് 15 questions for 30 marks ആണ് അവിടെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്.
അവിടെ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ യൂസ് ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻ നിങ്ങൾക്ക് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ബബിൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു ആൻസറിന് നേരെ ഒന്നിൽ കൂടുതൽ ബബിൾസ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഫില്ല് ചെയ്താൽ നമ്മൾ ആ ഒരു ആൻസർ ക്യാൻസൽ ആയിട്ട് 0 മാർക്കിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. സോ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ ആൻസേഴ്സും മാത്രം ബബിൾ ചെയ്യുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ റെപ്ലിക്കൊക്കെ നോക്കി നിങ്ങൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ടെൻഷനൊന്നും ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുവരെയും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം തന്നെ അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സെൻറ്ററൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.